ഹായ് കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചോല ഭട്ടൂര എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ചോല പറഞ്ഞാൽ നമ്മൾക്ക് വെള്ളക്കടലല്ലേ, അതാണ്. ഭട്ടൂര ഉണ്ടാക്കുന്നതും കാണിക്കാം. അതുപോലെ തന്നെ നാൻ ഉണ്ടാക്കും. നാനും ഇതിലേക്ക് ഈ കറിയിലേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും കൂടിയുള്ള നല്ല കോമ്പിനേഷനായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷ് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. കടല കഴിക്കാത്തവർക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെയായാലും കഴിക്കും. അപ്പോൾ ഇതിന് കടല കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കട്ടിയുള്ള കട്ടൻ ചായ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇല്ലെങ്കിൽ ടീ ബാഗ് ഇട്ട് കൊടുത്താലും മതി. ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടിയാണ് കടല. അങ്ങനെ കടല വേവാൻ ആവശ്യത്തിന് മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മൂടി വെച്ച് വേവിക്കുക. ഇനി ഞാൻ ഭട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. ഭട്ടൂരക്കായാലും നാനിനായാലും ഇതേ റെസിപ്പി തന്നെയാണ്. അങ്ങനെ ഭട്ടൂരക്ക് 2 കപ്പ് മൈദയും അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് തൈരും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയിൽ എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടി. ഇതിന് പകരം ഈസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഈസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അതിനേക്കാളും നല്ലത് ഇതുപോലെ ബേക്കിംഗ് പൗഡറും തൈരും ചേർത്താൽ മതി. ഈസ്റ്റ് ചേർക്കണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അതിന് 2 ടീസ്പൂണ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുക്കണം. ഇനി ഇത് മൂടി വെച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി കറിയിലേക്കുള്ള കടല വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പ് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേണ്ട, ഓയിലാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നല്ലത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളി 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഏലക്ക, 2 കറാമ്പൂ, 1 പട്ട, 1 ബേ ലീഫും ചേർത്ത് കൊടുക്കുക. ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിനിടയിൽ ഒരു തക്കാളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അത് 1 2 നമ്മൾ പൊടിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 ആയാലും കൂടിപ്പോവില്ല കേട്ടോ. ഇവിടെ പുളി അധികം ഇഷ്ടമില്ലാത്ത ഞാൻ 1 ചേർത്തി കൊടുത്തിട്ടുള്ളൂ. അതും ഞാൻ മാറ്റി വെച്ച കടലയും കൂടി അരച്ചത് ചേർത്തി കൊടുക്കുക. പിന്നെ മല്ലിയിലയും കസൂരി മേത്തി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഈ കറിയിലേക്ക് കസൂരി മേത്തിയൊക്കെ വേണം കേട്ടോ. പിന്നെ ബട്ടർ 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പഞ്ചാബ്, ഡൽഹി ആ ഭാഗത്തുള്ള കറി ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും എല്ലാത്തിലും ബട്ടർ നല്ലോണം ചേർത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാവും. ഇനി ഞാൻ ഭട്ടൂരൻ്റെ മാവ് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ ഉരുളകളാക്കി എടുക്കുക. നല്ല കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ടുള്ള ഭട്ടൂര നാനൊക്കെ കിട്ടുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുക്കുക. അതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണ്ട. വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ ടേസ്റ്റ് ആവും. കൂടാതെ കഴിയുമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഞാൻ പ്രസ്സുമില്ലാണ് കേട്ടോ പരത്തിയെടുത്തത്. എളുപ്പമാണ്. ഇതിമ പരത്തി കഴിഞ്ഞാൽ നമ്മൾ പൊടി ആക്കി പരത്തണം, അതേപോലെ തന്നെ ഇതിമേൽ കിട്ടും. ഇനി ഇതില്ലെങ്കിൽ പരത്തിയെടുത്ത് പൊടിയാക്കി പരത്തിയെടുത്താൽ മതി. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ, പറ്റ നേർമേലാക്കരുത്. അപ്പോൾ പൂരിൻ്റെ വലിപ്പം കുറച്ച് വലിപ്പത്തിൽ എങ്ങനെ പരത്തിയെടുക്കുക. ഇനി വേഗം തന്നെ ഇത് റെഡ് കളറായും. അപ്പോൾ അതിന് മുമ്പ് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ അത് കുറച്ച് കളറായി, ഇത്രയും കളറാവേണ്ട ആവശ്യമില്ല. ഇനി പൊന്തണില്ലെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ പൊന്തി വരും ചെയ്യും. ഇനി ഇത് കുറച്ച് വലിപ്പത്തിൽ പരത്തിയിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ 2 കഷ്ണങ്ങളാക്കിയിട്ടോ അങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയും എളുപ്പമായിട്ടുള്ള ഭട്ടൂരയും ചനാദാലും കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചനാദാൽ കറി എന്നും പറയും, ചോല കറി എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഈസി വേ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഭട്ടൂരൻ്റെ റെസിപ്പിയാണിത്. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക. പിന്നെ ഈസ്റ്റ് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും എളുപ്പവും ടേസ്റ്റും ഇത് തന്നെയാണ് കേട്ടോ.
ഇനി ഞാൻ ഈ ഓയിൽ ഡിസ്പെൻസറിനെ പറ്റി പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ബ്ലാക്ക് വാങ്ങി, അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടാമത് വാങ്ങിയാണ്. ബ്ലാക്കിൽ ഞാൻ ഓയിലും ഇതിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. ഓയിലാവുമ്പോൾ കറ പിടിക്കുന്ന ഒരു കളറാണല്ലോ വരിക. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിയതാണ്. വൈറ്റിൽ വെളിച്ചെണ്ണ ആകുമ്പോൾ കറയൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ട് പറയാണ്. നല്ല ക്വാളിറ്റിയും നല്ല സാധനമാണ്. ഗ്ലാസ് ആണെങ്കിലും പെട്ടെന്ന് പൊട്ടുന്നൊന്നുമല്ല. ഇതുപോലെ സ്വിച്ച് ഉണ്ട്, ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ സ്പ്രേ ആവും. അത് നല്ലൊരു ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ വാങ്ങിയവർക്ക് ഇതിനെപ്പറ്റി നന്നായി അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിന് വാങ്ങേണ്ട ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ബട്ടൂരൻ്റെ റെസിപ്പി കൊണ്ട് തന്നെ നാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ നാൻ പറയില്ലേ, അത്. അപ്പോൾ ഇത് അതേ മാവ് കൊണ്ട് തന്നെ ഒന്ന് നീട്ടത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു സൈഡിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആ നനഞ്ഞ ഭാഗം തവയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് പിടിക്കുക. എന്നിട്ട് നോക്കുക, അത് കരിയാതെ എടുക്കണം. അതുപോലെ ബ്രൗൺ കളറാവും, പൊന്തി വരും ചെയ്യും. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മേലെ ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേക്കുന്നത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. തേച്ചാൽ നല്ല ടേസ്റ്റും ആവും. ഇനി ബട്ടറിൻ്റെ കൂടെ പുതിനയിലയും കുറച്ച് ഗാർലിക്കും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ ഗാർലിക് നാനും ആവും കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ബട്ടൂര പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ നാനാക്കി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.